Hi, hello, all of you. Good evening. How are you all? സോ ഇന്ന് നമ്മുടെ ഡേ 9 ആണ്. ഈ ഡേ 9 എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ മണീനെ അട്രാക്റ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് പറയും. അല്ലെങ്കിൽ ഒരു 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, ഇഷ്യൂ എൻ്റെ കയ്യിലിരിക്കുന്ന 1000 രൂപയ്ക്കകത്തുനിന്ന് 800 രൂപയും ചിലവായി, ഇനി എനിക്ക് 200 രൂപയും ബാലൻസ് ഉള്ളൂ. ഇങ്ങനെയല്ല നമ്മൾ പറയുക. ദാറ്റ് മീൻസ് വി ആർ കംപ്ലൈനിങ്. ആ ഒരു കംപ്ലയിൻറ്റിലൂടെ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ കൂടുതൽ ദാരിദ്ര്യ അവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നും അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമ്മളൊരു ഇലക്ട്രിസിറ്റി ബില്ലോ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലൈനിങ്, നമ്മൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ബെനഫിറ്റ്സ് ഉറപ്പായിട്ടും, നമുക്കൊരു ഇലക്ട്രിസിറ്റി ഉള്ളപ്പോൾ നമ്മൾ എന്താ പറയുക, എ സി യൂസ് ചെയ്യുന്നുണ്ടാവും, ലൈറ്റ്സ് യൂസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ബെനിഫിറ്റ്, നമ്മളുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റി, മ്യൂസിക് സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ ടി വിയിൽ പ്രോഗ്രാംസ് കാണാൻ പറ്റി. ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് നമ്മൾ ആ ഇലക്ട്രിസിറ്റിയിൽ. അപ്പോൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി വറീഡ് ആവാതെ ഈ ഒരു പർട്ടിക്കുലർ തിങ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടി എന്ന് തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് ഓർത്ത് താങ്ക്ഫുൾ ആകുക, ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്നും മുതലാണോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്, നമ്മൾ ഓരോ ടൈമിലും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ, അതായത് നമുക്കൊരു പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ട് ഒരു ബില്ല് ഉണ്ടാവുമല്ലോ, ആ ബില്ല് ഓരോ ടൈമിലും കൊടുത്ത ശേഷം ആ ബില്ലിൻ്റെ മുകളിൽ താങ്ക് യു പെയ്ഡ് എന്നൊരു വാചകം ഞാൻ എന്ന് മുതൽ എഴുതി തുടങ്ങിയോ, അത്ഭുതകരമായിട്ട് എന്നിലേക്ക് എല്ലാ ബില്ലും പേ ചെയ്യാനുള്ള ക്യാഷ് വരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. സോ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് ബിൽസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കേബിളിൻ്റെ ബില്ല്, അങ്ങനെ കൊടുക്കാനുള്ളത് എന്തൊക്കെയാണോ, ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ ഫീസിൻ്റെ ബില്ല്, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, താങ്ക് യു ഫോർ ദ മണി, താങ്ക് യു ഫോർ ദ മണി എന്ന് നമ്മൾ അവിടെ പറയണം. എന്ത്, നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടില്ല, പക്ഷേ പേ ചെയ്തതായിട്ട് താങ്ക് യു ഫോർ ദ മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ മുകളിൽ, ആ ഒരു ബില്ലിൻ്റെ മുകളിൽ എഴുതി വെക്കണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിലെ ബില്ല് ഓരോന്നും കഴിയുമല്ലോ, കഴിയുമ്പോൾ നമ്മുടെ റെസിപ്റ്റ് കിട്ടും. നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചു അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒരു റെസിപ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ താങ്ക് യു പെയ്ഡ് എന്നും എഴുതി ശീലിക്കുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? സോ നമുക്കിന്ന് ചെയ്യാനുള്ള 9th ഡേയുടെ ഒരു പ്രാക്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെ പോലെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആണ് അല്ലേ? നമ്മുടെ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുന്നു, അതെല്ലാം എഴുതി വെക്കുന്നു. ഓരോ ബ്ലെസ്സിങ്സ് കഴിഞ്ഞിട്ട് താങ്ക് യു എന്ന് എഴുതി വെക്കുന്നു. ഇതിന് ശേഷം നമ്മൾക്കിനി കൊടുക്കാനുള്ള, അതായത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ബിൽസ് എല്ലാം എടുക്കുന്നു. അതിൻ്റെ ക്രോസായിട്ട്, ആ ബില്ലിൻ്റെ ക്രോസായിട്ട് നമ്മൾ എഴുതുന്നു താങ്ക് യു ഫോർ ദ മണി, അതായത് നമുക്ക് ഓൾറെഡി ആ കാശ് കിട്ടി എന്ന് എഴുതി വെക്കുന്നു. ഇനി നമ്മുടെ ബാഗിലോ നമ്മുടെ ഡ്രോയേഴ്സിലോ ഒക്കെ തപ്പിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേയ്മെൻറ്റ് കഴിഞ്ഞ്, അതായത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് ബില്ല് കിട്ടുമ്പോൾ നമ്മൾ എവിടെ വെക്കുക, ബാഗിൻ്റെ ഉള്ളിലേക്ക് വെക്കും അല്ലേ? ആ ഒരു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇടും. അപ്പോൾ ബാഗ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പേയ്മെൻറ്റ് കഴിഞ്ഞ ബിൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോ ബിൽസ് എടുത്തിട്ട് അതിനെ ക്രോസിൽ എഴുതുക താങ്ക് യു പെയ്ഡ്, മനസ്സിലായല്ലോ? താങ്ക് യു പെയ്ഡ് എന്ന് എഴുതുക. ഇത്രയും ചെയ്ത ശേഷം ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. അതിനുശേഷം നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തന്ന എന്ത് കാര്യമാണെന്ന് നോക്കുക. ആ മാജിക്കൽ റോക്ക്, നമ്മളുടെ മാജിക്കൽ റോക്ക് ഉണ്ടല്ലോ, അതെടുത്ത് കയ്യിൽ പിടിക്കുക. ബെസ്റ്റ് തിങ് എന്ന് സംഭവിച്ചതിനെ പറ്റി താങ്ക് യു പറയുക, എന്നിട്ട് സുഖമായി പോയി കിടന്നുറങ്ങുക. ഇപ്പം നമ്മളുടെ ഒരു റൂട്ടീൻ, ഇന്നിപ്പം ഡേ 9 ആകുമ്പോഴത്തേക്കിന് നമ്മളുടെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതും താങ്ക് യു പറഞ്ഞിട്ടാണ്, കിടന്നുറങ്ങുന്നതും താങ്ക് യു പറഞ്ഞിട്ടാണ്. ഇനിയുള്ള ബാക്കി ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളുടെ പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ 10 ബ്ലെസ്സിങ്സിന് താങ്ക് യു പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഓൾസോ കിടക്കാൻ പോകുന്നതിന് മുമ്പും താങ്ക് യു പറയുന്നു. നമുക്കതൊരു റൂട്ടീനായിട്ട് ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ കാണാം. ഇത് വെറുതെ ഒരു പറച്ചിലല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്നവർ ഒരു പക്ഷേ തമാശയ്ക്കാണെങ്കിൽ പോലും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓൾസോ ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരോടും പറയാറുണ്ട് കമൻറ്റ് ചെയ്യാൻ. പക്ഷേ ആരും വന്നങ്ങനെ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യാറില്ല, ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മളൊരു എഫേർട്ട് ഇട്ടെങ്കിൽ നമുക്കത് റിസൾട്ടുള്ളൂ. ഒരു കാര്യവും
ഒന്നും നമുക്ക് വെറുതെ കിട്ടത്തില്ല. ഒരു ചെറിയൊരു എഫേർട്ടെങ്കിലും നമ്മളിടണം. സോ ഐ ഹോപ്പ് ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന് മുതൽ എങ്ങനെയാണ് നിങ്ങളൊരു മാഗ്നറ്റ് ആകുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾക്ക് അടയ്ക്കാനുള്ള ബില്ലുകളിലെല്ലാം പൈസ കിട്ടിയതായിട്ട് എഴുതി വെക്കുക. ക്രോസിൽ അടച്ചു കഴിഞ്ഞതിൽ താങ്ക് യു പെയ്ഡെന്നും എഴുതി വെക്കുക. സോ ഇതിലൂടെ നിങ്ങൾ ഓരോ ദിവസവും കഴിയും തോറും ഒരു മാഗ്നറ്റായിട്ട് മാറും. പിന്നീട് നിങ്ങൾ പോലും അറിയില്ല നിങ്ങളിലേക്ക് ക്യാഷ് എങ്ങനെയാണ് അട്രാക്റ്റഡ് ആവുന്നതെന്ന്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.